മലയാളം വാനോളം ലാൽ സലാം ഫാൽക്കെ പുരസ്കാര നിറവിൽ സംസ്ഥാനത്തിൻ്റെ ആദരം. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ ഒരുക്കുന്ന മഹോത്സവം മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ ശ്രദ്ധ നേടുന്നു. ഒക്ടോബർ 4-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ വിപുലമായ പരിപാടി മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾക്കുള്ള സംസ്ഥാനത്തിൻ്റെ ആദരമാണ്. ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ തിളക്കത്തിൽ സെപ്റ്റംബർ 23-ന് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് മോഹൻലാൽ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മലയാള സിനിമയ്ക്ക് 2ാം തവണയാണ് ഈ ബഹുമതി ലഭിക്കുന്നത്. പുരസ്കാര വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മോഹൻലാലിനെ ഉഗ്രൻ നടൻ എന്ന് വിശേഷിപ്പിച്ചത് മലയാളികൾക്ക് അഭിമാന നിമിഷമായി. ഈ നിമിഷം തൻ്റേത് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് മുഴുവനും അവകാശപ്പെട്ടതാണ്. മലയാള സിനിമയെ രൂപപ്പെടുത്തിയ എല്ലാവർക്കും വേണ്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള നിയോഗമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ പറഞ്ഞു. സർക്കാരിൻ്റെ ആദരം. മലയാളം വാനോളം ലാൽ സലാം. മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ സുവർണ്ണ നിമിഷത്തെ കേരളം ആഘോഷമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിലൂടെയാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പരിപാടിയുടെ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പരിപാടിയുടെ പേര് മലയാളം വാനോളം ലാൽ സലാം എന്നാണ്. വേദി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ആണ്. തീയതി ഒക്ടോബർ 4-ന് വൈകിട്ട് 5 മണിയാണ് സമയം. പങ്കെടുക്കുന്നവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ. ഈ പരിപാടി കേവലം ഒരു അനുമോദന ചടങ്ങ് എന്നതിൽ ഉപരി മലയാള സിനിമയുടെ വളർച്ചയിൽ മോഹൻലാൽ വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ വേദിയാണെന്ന് സാംസ്കാരിക മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രത്യേക കലാവിരുന്ന്. ആടാം നമുക്ക് പാടാം. അനുമോദന ചടങ്ങ് ശേഷം മോഹൻലാൽ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ആദം നമുക്ക് പാടാം എന്ന കലാവിരുന്ന് അരങ്ങേറും. TK രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന ഈ പരിപാടിയിൽ KJ യേശുദാസ്, KS ചിത്ര തുടങ്ങി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പ്രശസ്ത നടിമാരും ഗായകരും പങ്കെടുക്കും. ലാൽ സലാം എന്ന പേര് മോഹൻലാലിൻ്റെ വ്യക്തി ജീവിതത്തിലോ സിനിമാ ജീവിതത്തിലോ ആദ്യമായല്ല കടന്നു വരുന്നത്. 1996-ലെ സിനിമയിലും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സിനിമകളിലെ ക്ലാസിക്കുകൾ ഒന്നാണ് 1990-ൽ പുറത്തിറങ്ങിയ ലാൽ സലാം. ഈ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നെട്ടൂർ സ്റ്റീഫൻ എന്ന വിപ്ലവകാരിയെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ചരിത്രത്തിലെ ആസ്പദമാക്കിയായിരുന്നു ഈ ചിത്രം. ഇത് വൻ വിജയമായിരുന്നു. 2017-ൽ അമൃത TVയിൽ മോഹൻലാൽ അവതാരകനായി വന്ന ടോക്ക് ഷോയുടെ പേരും ലാൽ സലാം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും സാമൂഹ്യ സേവന രംഗത്തെ പ്രമുഖരെ ആദരിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം സംസാരിച്ച പരിപാടിയായിരുന്നു ഇത്. മലയാളികളുടെ ലാലേട്ടന് ലഭിച്ച ഈ പരമോന്നത അംഗീകാരം അദ്ദേഹത്തെ ആദരിക്കുന്ന സർക്കാർ പരിപാടിയിലൂടെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ആഹ്ലാദമായി മാറുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരധ്യായമാണ് ഒക്ടോബർ 4-ന് തിരുവനന്തപുരത്ത് എഴുതപ്പെടുന്നത്.